മക്കൾക്ക് ബാപ്പയിൽ നിന്ന് ഹക്കുകളുണ്ട്. അത് വാജിബും സുന്നത്തുമായി കിടപ്പുണ്ട്. നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ. അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ. ഖുർആൻ ശരീഫ് ഇത് നോക്കിയാൽ കാണുന്നതാ. അള്ളാഹു തന്നെ വിളിച്ചതിൽ പറയുന്നതാ. ഖൽബിൻ്റെ കനിയ മക്കളെന്ന് ഹദീസ് അതിൽ കാണാം. അബൂ യഅ്ല റവാഹു മുസ്നദിൽ. മകനുള്ള മരണം കേട്ട് ലുഖ്മാൻ ഉടനടി എനിക്കുള്ള കരളും പൊട്ടിയെന്ന മറുപടി. മക്കൾ നമുക്കല്ലാഹു ചെയ്ത ഔദാര്യമാ. സഹലെന്ന സൂറത്തോതി നോക്കിയത് വ്യക്തമാ. നിനക്കിന്ന് താങ്ങും തണലുമാണവരുള്ളത്. കുഴയാത്ത കയ്യാണെപ്പോഴും കൂടുള്ളത്. അവരില്ല എങ്കിൽ അന്ന് നീ നിസ്സഹായനാ. നീ ഭീമനായാൽ തന്നെയും ബലഹീനനാ. അതുമാത്രമല്ല സമർത്ഥനായൊരു കേമന. നീയെങ്കിലും അവരില്ല എങ്കിൽ ഊമനാ. ചുരുക്കി പറഞ്ഞാൽ എത്രവൻ പിടിപാടും തൂങ്ങുന്നതല്ലൊരു തുള്ളി രക്തത്തോടും. മൗത്തിൻ്റെ ശേഷം നിന്റെ മേൽ അലിവോട് പ്രാർത്ഥിക്കലും ഇവരല്ലയോ റബ്ബോട്. അവർക്കുള്ള പ്രാർത്ഥനയാൽ ഫലം നിനക്കുണ്ട്. അതുകൊണ്ട് ഖബർ വിശാലമാകലുമുണ്ട്. പറയുന്നു ത്വാഹ സയ്യിദുൽ അദ്നാനി. ഓടാതെ നീന്ത് കേൾക്കിയ അബവാനി. സ്വന്തം തനിച്ച് വിരണ്ട് മണ്ണറക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതായി വന്നവിടെ നിന്നും കൊണ്ട് കൈയുയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ട് ഈനാസുള്ളതാ. അത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാ.